ഇത് നമ്മുടെ കുന്നംകുളം, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം കുറുക്കമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ 1 കിലോമീറ്ററോളം നീളത്തിൽ, അതായത് മാന്നാറ് നമ്മുടെ ഇതുണ്ടല്ലോ ഓട്ടുവിളക്ക് എന്ന് പറയുന്ന കണക്ക് സകല സാധനങ്ങളും കല്ലുകൊണ്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് മനോഹരമായ രസമാണ് ഇത് കാണാനായിട്ട്. ഇത് കണ്ടോ? ചേട്ടൻ്റെ പേരെന്നാ? വേണു ചേട്ടൻ. എത്ര വർഷമായിട്ട് ഈ പരിപാടി ചെയ്യുന്നു? നിങ്ങൾ പാരമ്പര്യമായിട്ട് പിതാക്കന്മാരായിട്ട് ചെയ്യുന്ന ജോലിയാണ് ഇത് അല്ലേ? ഈ കല്ലേൽ ഇങ്ങനെ കൊത്തിയുള്ള ഇത് വേണുചേട്ടന് ഇപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട് 40 വർഷമായി അല്ലേ? 40 വർഷമായി. 40 വർഷമായി. ഇവരുടെ പിതാക്കന്മാരായിട്ടെല്ലാം ഈ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതെന്ത് വില വരുന്നതാണ് ചേട്ടാ? ഇതാണെന്നുണ്ടെങ്കിൽ എന്ത് വില വരും? 4000 രൂപ. ഇതിന് 4000 രൂപ വില വരും. അപ്പോൾ ഇതിനോ നമ്മുടെ ഈ സർപ്പ 1500 രൂപ. 1500 രൂപ. ഇതൊന്നും ചെറിയ വിലകളല്ല കേട്ടോ. പക്ഷെ അതുപോലെ അധ്വാനമുണ്ട് ഇതിൻ്റെ പുറകിൽ. അതാണ് ഇതിന് ഈ വിലകൾ വരുന്നത്. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോപ്പുകളാണ് മൊത്തം. ഇത് കണ്ടോ? അതിനൊക്കെ ആ വില വരുമെങ്കിൽ ഈ കുത്തി വെച്ചിരിക്കുന്ന ഇതിനൊക്കെ എന്തു വില വരുമെന്നറിയാമോ? ഈ കൽവിളക്കുകൾക്കൊക്കെ ഭയങ്കര വില വരും. ഇത് കണ്ടോ? ഈ കൽവിളക്കിൻ്റെയൊക്കെ വില ഭയങ്കരമായിരിക്കും. പക്ഷെ അതുപോലെ അതിനൊക്കെ അധ്വാനമുണ്ട്. അതുകൊണ്ടാണ്. ഇതൊക്കെ ഇവരുടെ ആല പോലുള്ള സ്ഥലമാണ്. ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. എന്താണെങ്കിലും ഇതിങ്ങനെ കിടക്കുകയാണ്. 1 കിലോമീറ്റർ നീളത്തിൽ ഇതിങ്ങനെ കിടക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ഥലത്ത് വന്നാൽ മതി. ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഈ കൽവിളക്കിന് വന്നിട്ട് 7500, 6000 അങ്ങനെയൊക്കെ വില വരും. ഇത് അനീഷ് എത്ര വർഷമായി ഈ ജോലി? നിങ്ങളുടെ പിതാക്കന്മാരായിട്ടുള്ളതാണോ? അച്ഛന്മാരായിട്ടുള്ള? ഒരുപാട് വർഷങ്ങളായ ഇവിടെ ഈ പരിപാടി തുടങ്ങിയിട്ടല്ലേ? എങ്ങനെയുണ്ട് ഇത്? സെയിലുണ്ടോ? ആൾക്കാരൊക്കെ വന്ന് സെയിലുണ്ടല്ലേ? ഇപ്പോൾ ഇച്ചിരി കൊറോണയ്ക്ക് ശേഷമാണോ? ഡിമാണല്ലേ? അല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പാരമ്പര്യമായിട്ട് ഇത് തന്നെ ചെയ്ത് ജീവിച്ചു പോകുന്നു ആണല്ലേ? എല്ലാം പോവും. അപ്പോൾ അടുത്ത തലമുറ അല്ല ഇത് തന്നെ ആക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? ഒന്നുമില്ല. അല്ല, അവരൊക്കെ വരത്തില്ല. അവരൊക്കെ പഠിച്ചു പോകാനുള്ള പരിപാടിയാണ്. ആക്സിഡന്റ് ഉണ്ടാകാറുണ്ട് അല്ലേ? ആണല്ലേ? അപ്പോൾ മുമ്പോട്ടുള്ള തലമുറ ഇതിനില്ല. ഇത് കാലക്രമേണ നിന്നു പോവും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഓക്കെ അനീഷ്, ഇത്രയും പറഞ്ഞതിന് നന്ദി. ഓക്കെ.